ഓരോ വിദ്യാർത്ഥികളുടെയും പേടി സ്വപ്നമായ പരീക്ഷകൾ നമ്മളിലേക്ക് എത്തുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ മനസ്സിൽ നിന്ന് പരീക്ഷ പേടി ഒഴിവാക്കുവാൻ ഏതാനും ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം സ്റ്റാർട്ട് നൗ എന്ന സൂത്രവാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എസ് ഫോർ സ്റ്റഡി ടേബിൾ. നാം പഠിക്കുന്ന അന്തരീക്ഷം, നമ്മുടെ പഠന റൂം, ഇതെല്ലാം നല്ല വൃത്തിയിൽ നാം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ പഠിക്കുവാൻ കഴിയും. നമ്മുടെ മേശപ്പുറത്ത് ആവശ്യമില്ലാത്ത എല്ലാ പുസ്തകങ്ങളും വലിച്ചു വാരി ഇടാതെ അതിനെല്ലാം അടുക്കി നല്ല വൃത്തിയിൽ വെക്കുകയാണെങ്കിൽ ഇനിയും ധാരാളം എനിക്ക് പഠിക്കുവാനുണ്ട്, കുറെ പഠിക്കുവാനുണ്ട്, ഇതൊന്നും എനിക്ക് പഠിക്കുവാൻ കഴിയുകയില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ കീഴടക്കുകയില്ല. നമുക്ക് വളരെ എളുപ്പമായി പഠിക്കുവാനും ഓർമ്മിച്ചു വെക്കുവാനും കഴിയും. ടി ഫോർ ടീച്ചിങ്. നാം നമ്മുടെ പഠനമുറിയെ ക്ലാസ് റൂം ആണെന്നും നമ്മുടെ മുന്നിൽ ധാരാളം കുട്ടികളുണ്ടെന്നും കരുതി അവരെ പഠിപ്പിക്കുന്നത് പോലെ നാം ഓരോ ആശയങ്ങളും പഠിക്കുകയാണെങ്കിൽ ആ ആശയങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും നല്ലോണം പഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയും. എ ഫോർ അവോയ്ഡ് മീഡിയ. നിരന്തരമായ സുഖത്തിനു വേണ്ടി നൈമിഷികമായ സുഖങ്ങളോട് നാം വിട പറയണം. സോഷ്യൽ മീഡിയയോടും ടിവിയോടും പരീക്ഷ കഴിയുന്നതുവരെ വിട പറയുന്നതിലൂടെ സമയം അനാവശ്യമായി പാഴാക്കുന്നതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പിന്തിരിഞ്ഞു നിൽക്കുവാൻ കഴിയും. ഓരോ നിമിഷവും നമുക്ക് നല്ല രീതിയിൽ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും കഴിയും. ആർ ഫോർ റീഡ് വെൽ. നാം ഓരോ കാര്യങ്ങളും വെറുതെ വായിച്ചു നോക്കാതെ അതിനെ മനസ്സിരുത്തി നല്ല രീതിയിൽ വായിച്ചു നോക്കണം. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ നാം മനസ്സിരുത്തി വായിക്കുന്നതിലൂടെ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എളുപ്പത്തിൽ അതിനെ ഉത്തരം എഴുതുവാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. ടി ഫോർ ടെൻഷൻ. നമ്മുടെ മനസ്സിൽ നിന്ന് അനാവശ്യമായുള്ള ടെൻഷനിനെയും സ്ട്രെസ്സിനെയും നാം ഓരോരുത്തരും ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഞാൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്, പ്ലസ് 2വിലാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാതാപിതാക്കൾ അവരെ 10ാം ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്, പ്ലസ് 2വിലാണ് നീ പഠിക്കുന്നത്, പരീക്ഷയാവാനായി നല്ലോണം പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞ് അനാവശ്യമായി അവരുടെ മനസ്സിനെ മാനസികമായി തളർത്തുന്നു. ഇത് അവരുടെ സ്ട്രെസ് ലെവൽ കൂടുവാൻ കാരണമാകുന്നു. സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ അവർ പഠിച്ചതുവരെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീരുന്നു. എൻ ഫോർ നെവർ കമ്പയർ. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് മറ്റുള്ളവരിലേക്ക് ഓടിച്ചെന്ന് ഞാൻ എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്താണ് എഴുതിയത് എന്നിങ്ങനെ മറ്റുള്ളവരുമായി നാം ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുക. ഓ ഫോർ ഒപ്റ്റിമിസ്റ്റിക്. എനിക്കൊന്നും പഠിക്കുവാൻ കഴിയില്ല, ഞാനൊന്നും പഠിച്ചില്ല, പരീക്ഷ ഭയങ്കര ഹാർഡായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നാം അസ്വസ്ഥമാക്കരുത്. നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് പരീക്ഷ എളുപ്പമായിരിക്കും, എനിക്കെല്ലാം പഠിക്കുവാൻ കഴിയും, ഞാൻ പഠിച്ചത് എഴുതുവാൻ കഴിയും എന്നിങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷ നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിച്ചെടുക്കുവാൻ കഴിയും. W ഫോർ വർക്ക് ഹാർഡ്. നാം ഒരു കാര്യം ചിന്തിക്കണം, പരീക്ഷയ്ക്ക് വേണ്ടി കഠിനമായി നിരന്തരമായി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഉയർന്ന വിജയം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് ഒരു വ്യക്തിയും കഠിനമായി അധ്വാനിക്കാതെ ഒന്നും നേടിയെടുക്കുകയുമില്ല എന്നുള്ളതാണ് വാസ്തവം. നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, പേടി അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതെല്ലാവരെയും പിറകിലോട്ട് നിരന്തരം വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പേടിയെ നാം ഓരോരുത്തരും തരണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരിക്കലും മുന്നേറുവാൻ കഴിയുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. 1 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ഒരു പലക അത് നിലത്താണെങ്കിൽ അതിലൂടെ നടക്കുവാൻ നമുക്ക് ഒരു പേടിയും ഉണ്ടാവുകയില്ല. മറിച്ച് അതിനെ കുറച്ച് ഉയരത്തിൽ വെക്കുകയാണെങ്കിൽ അതിലൂടെ നടക്കുവാൻ പേടി നമ്മെ അനുവദിക്കുകയില്ല. പരീക്ഷ സമയത്തുള്ള അനാവശ്യമായ പേടിയും ടെൻഷനും സ്ട്രെസ്സും നാം ഓരോരുത്തരും ഒഴിവാക്കിയില്ലെങ്കിൽ പരീക്ഷ നമുക്ക് നല്ല രീതിയിൽ എഴുതുവാനും നല്ല രീതിയിൽ വിജയിക്കുവാനും കഴിയുകയില്ല. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും മാതാപിതാക്കളോടും ഒരു കാര്യമാണ് പറയാനുള്ളത്. മകൾ 10ാം ക്ലാസ്സിലാണ്, പ്ലസ് 2വിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും സ്കൂളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം പഠിക്കൂ എന്നിങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സിനെ നാം അനാവശ്യമായ സ്ട്രെസ്സിൽ ഏർപ്പെടുത്തരുത്. അനാവശ്യമായി അവരെ നാം മാനസിക സമ്മർദ്ദത്തിന് ഇരയാക്കരുത്. ഇത്തരത്തിൽ പറയുന്നതിലൂടെ നാം വാസ്തവത്തിൽ ചെയ്യുന്നത് അവരുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും കൂട്ടുകയല്ല, മറിച്ച് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പരിമിതിപ്പെടുത്തുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. അതിലൂടെ അനാവശ്യമായ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവുകയും അത് അവരുടെ ഓർമ്മശക്തിയെ കാര്യമായി ബാധിക്കുകയും അവരെ സാരമായി അവരുടെ പെർഫോമൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. നാം ഓരോരുത്തരും അനാവശ്യമായി നമ്മുടെ മനസ്സിനെ ടെൻഷൻ കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ അഡമാന്റിൻ ലെവൽ കുറയുന്നു.
അതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? നമുക്ക് സന്തോഷമുണ്ടാകുവാൻ കാരണമാകുന്ന ഡോപ്പമിൻ അളവ് കുറയുന്നു. ഡോപ്പമിൻ ഉപകാരപ്രദമല്ലാതെ പോകുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ദുഃഖത്തിലാഴുന്നു. പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുവാൻ നാം ഓരോരുത്തരും യുണീക്ക് ആയിരിക്കണം. യു ഫോർ യൂസ് യുവർ ഹെഡ്, എൻ ഫോർ നോട്ട് ഡൗൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഐ ഫോർ ഇന്റർവെൽ തുടർച്ചയായി പഠിക്കരുത്, ക്യൂ ഫോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നാം ചെയ്ത് പഠിക്കണം, യു ഫോർ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി പഠിക്കണം, ഇ ഫോർ എൻജോയ് ഇടയ്ക്കൊക്കെ ബോറടിക്കുമ്പോൾ കുറച്ച് എൻജോയ് ചെയ്യണം. പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.